പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ ഇന്ന് 8ാം ക്ലാസ്സിലെ ഒരു കവിത പൽത്തെ റിശ്തെ എന്ന പാഠഭാഗത്തിലെ അല്ലെങ്കിൽ ആ ഒരു യൂണിറ്റിലെ ബാബ ഔർ ബാബ കി ചടി എന്ന കവിതയാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഗുൽസാർ എന്ന് പറഞ്ഞ ഒരു പേഴ്സണാണ് ഇത് എഴുതിയിട്ടുള്ളത്. ഗുൽസാർ ഹിന്ദിയിലെ ഒരു വലിയൊരു എഴുത്തുകാരനും അതേപോലെ സിനിമ ഡയറക്ടർ, പ്രേംചന്ദിൻ്റെ ഒക്കെ ഒരുപാട് സിനിമകൾ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ആളാണ് ഗുൽസാർ. അപ്പോൾ അദ്ദേഹത്തെ പറ്റിയിട്ടുള്ള വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ വായിച്ചു നോക്കുക. തൽക്കാലം നമുക്കിപ്പോൾ കവിത എന്താണ്, അല്ലെങ്കിൽ അത് എന്തിനെക്കുറിച്ചിട്ടുള്ള കവിതയാണ്, കവിതയിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് മാത്രം നമുക്കിപ്പോൾ നോക്കാം. അപ്പോൾ നേരെ കവിതയിലേക്ക് കിടക്കാം. ബാബ ഔർ ബാബ കി ചടി. ബാബ ഔർ ബാബ കി ചടി. നമുക്ക് ചടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം വടി എന്നാണ് കേട്ടോ. ചടി എന്ന് പറഞ്ഞാൽ വടി. നമുക്കറിയാം, ആൾക്കാർ വയസ്സായി കഴിയുമ്പം അല്ലെങ്കിൽ വൃദ്ധനോ വൃദ്ധയോ ഒക്കെ ആയി കഴിയുമ്പം അവർക്ക് എന്തിൻ്റെ ആവശ്യമുണ്ട്? വടിയുടെ ആവശ്യമുണ്ട്. അവർക്ക് ചിലപ്പോൾ നടക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. അപ്പോൾ എപ്പോഴും എന്താണ്, ഒരു ഊന്ന് വടിയുടെ സഹായത്തിലാണ് വയസ്സായ ആൾക്കാർ നടക്കുന്നത്. അപ്പോൾ ഇവിടെ ബാബ ഓർ ബാബ കി ചടി, എങ്ങനെയാണ് ബാബയും ബാബയുടെ വടിയും പരസ്പരം ആശ്രയിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് കവിതയിൽ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ബാബ എന്ന് പറയുന്നത് വാർദ്ധക്യവും വടി എന്ന് പറയുന്ന ഒരു യുവാവിൻ്റെയും ഒരു പ്രതീകമായിട്ടാണ് കവിതയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കവിത വായിച്ചു നോക്കാം. നോക്കിക്കോളൂ. साथ साथ चलते हैं दोनों बाबा और बाबा की चड़ी. साथ साथ चलते हैं दोनों ബാബ ഔർ ബാബ കി ചടി. സാത്ത് സാത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നിച്ച്, ടുഗെദർ എന്നൊക്കെയാണ് അർത്ഥം. ഒന്നിച്ച്, ഒരുമിച്ച് എന്നൊക്കെയാണ് സാത്ത് സാത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം. അതേപോലെ ചൽത്തേഹേ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, നടക്കുകയാണ്. ആര്? ദോനോം. ദോനോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് പേരും. ഇപ്പോൾ രണ്ടു പേരും ഒരുമിച്ചാണ് നടക്കുന്നത്. ആരൊക്കെ? കോൻ കോൻ? ബാബ ഔർ ബാബ കി ചടി. ബാബയും ബാബയുടെ വടിയും ഒരുമിച്ചാണ് രണ്ടുപേരും നടക്കുന്നത്. പെഹലെ വോ കെഹ്താ ഹെ ചൽ ചൽ ബാഹർ ചൽത്തെ ഹെ. ആദ്യം അവൻ പറയും. ഇവിടെ വോ എന്ന് പറഞ്ഞാൽ, വോ എന്ന് പറഞ്ഞിട്ടുള്ളത് വഹ് എന്നുള്ള അർത്ഥത്തിലാണ് കൊടുത്തിട്ടുള്ളത്. വഹ്, വോ എന്ന് പറഞ്ഞാൽ വഹ് ആണ്, അതായത് അവൻ എന്നൊക്കെ. ഇവിടെ ആരാണ് അവൻ എന്ന് പറയുന്നത്? ആരെയാണ് ഉദ്ദേശിക്കുന്നത്? വടിയാണ് ഉദ്ദേശിക്കുന്നത്, അല്ലേ? അപ്പോൾ വടി പറയുകയാണ്, ആദ്യം വടി പറയുകയാണ്. എന്ത്? ചൽ, നടക്ക്. ചൽ ബാഹർ ചൽത്തെ ഹെ, നമുക്ക് പുറത്തേക്ക് പോകാം, പുറത്തേക്കൊന്ന് നടന്നിട്ട് വരാം. और उठा लेता है चढ़ी को बिस्तर पर जो लेटी हुई थी. और उठा लेता है चढ़ी को. उठा लेता है എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എടുക്കുകയാണ്. എടുക്കുകയാണ് എന്ന് പറഞ്ഞാൽ എന്തിനെ എടുക്കുകയാണ്? വടിയെ എടുക്കുകയാണ്. ഇവിടെ കോ എന്ന് പറഞ്ഞാൽ എ എന്നൊക്കെയുള്ള അർത്ഥം വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ വടിയെ എടുക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ അല്ലേ, അപ്പോൾ ആദ്യം വടി പറയുകയാണ്. എന്ത്? ചൽ ചൽ ബാഹർ ചൽത്തെ ഹെ, വരൂ നമുക്ക് പുറത്തേക്കൊന്ന് നടന്നിട്ട് വരാം എന്ന് വടി പറയും, ആദ്യം പറയും. അപ്പോൾ തന്നെ ബാബ എന്ത് ചെയ്യും? വടിയെ എടുക്കുന്നു. ജോ ബിസ്തർ പർ ലേട്ടി ഹുയി തി. ബിസ്തർ എന്ന് പറഞ്ഞാൽ കിടക്കയാണ്, അല്ലേ? വൃദ്ധന്മാർക്കാണെങ്കിലും വയസ്സായ ആൾക്കാർക്ക് എപ്പോഴും വടി അത്യാവശ്യമായതുകൊണ്ട് അത് അവരുടെ അടുത്ത് തന്നെ ഉണ്ടാവും. അപ്പോൾ ഇവിടെ വടി എവിടെയാണുള്ളത്? ബിസ്തർ പർ, കിടക്കയിൽ തന്നെ. അത് ലേട്ടി ഹുയി തി. ലേട്ടി ഹുയി തി എന്ന് പറഞ്ഞാൽ കിടക്കുകയായിരുന്നു. ബിസ്തർ പർ ജോ ലേട്ടി ഹുയി തി. അപ്പോൾ കിടക്കയിൽ തന്നെ കിടക്കുകയായിരുന്ന വടിയെ അപ്പം തന്നെ എന്ത് ചെയ്യുന്നു? ബാബ എടുക്കുകയാണ്. ഫിർ വോ ഉസ്കാ ഹാത്ത് പക്കടിക്കെ ബാഹർ ലാത്തി ഹെ. എന്നിട്ടോ ഫിർ വോ, പിന്നീട് അവൻ, വോ എന്ന് പറഞ്ഞാൽ അവനാണ്, പിന്നീട് അവൻ ഉസ്കാ ഹാത്ത് പക്കടിക്കെ, ഉസ്കാ ഹാത്ത് പക്കടിക്കെ ബാഹർ ലാത്തി ഹെ, അവൻ്റെ കൈ പിടിച്ചുകൊണ്ട് പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. സാത്ത് സാത്ത് ചൽത്തെ ഹെ ദോനോ ബാബ ഔർ ബാബ കി ചടി. സാത്ത് സാത്ത് ചൽത്തെ ഹെ ദോനോ ബാബ ഔർ ബാബ കി ചടി. രണ്ടുപേരും ഒരുമിച്ചാണ് നടക്കുന്നത്. ആരൊക്കെ? ബാബ ഔർ ബാബ കി ചടി. അപ്പം ഇത്ര മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ചടി ഭഗാ ദേത്തി ഹെ കോയി ഗലി കുത്ത ഭൗങ്കേത്തു. ചടി എന്ന് പറഞ്ഞാൽ അറിയാലോ, വടിയാണ്. ഭഗാ ദേത്തി ഹെ, ഭഗാ ദേത്തി ഹെ എന്ന് പറഞ്ഞാൽ ഓടിക്കും. ആരെ ഓടിക്കും? കോയി ഗലി കുത്ത ഭൗങ്കേത്തു. ഗലി കുത്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
തെരുവ് നായ എന്നാണ് അർത്ഥം. ഗലി കുത്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെരുവ് നായ. ഭൗങ്കേത്തോ, ഭൗങ്കന എന്ന് പറഞ്ഞാൽ കുരയ്ക്കുക എന്നാണ് അർത്ഥം. ഏതെങ്കിലും ഒരു തെരുവ് നായ കുരയ്ക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നു? ചടി ഭഗാ ദേത്തി ഹെ, വടി അതിനെ ഓടിക്കുകയാണ്. ബാഗ് തലക്ക് ജാത്തേ ഹെ ദോനോ. ബാഗ് തലക്ക്, ബാഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൂന്തോട്ടമാണ്. ബാഗ് പൂന്തോട്ടം. തലക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തക്ക്, തക്ക് എന്ന് പറഞ്ഞാൽ വരയെന്നാണ് കേട്ടോ. ബാഗ് തലക്ക് ജാത്തേ ഹെ ദോനോ, തോട്ടത്തിൻ്റെ അല്ലെങ്കിൽ പൂന്തോട്ടത്തിൻ്റെ അറ്റം വരെ രണ്ടുപേരും പോകും. ധക്ക് ജായേ തോ ബാബ അക്സർ छड़ी पे माथा टेक के बेंच पे बैठ भी जाता है. ധക്ക് ജായേത്തോ, ധക്ക് ജായേത്തോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷീണിക്കുകയാണെങ്കിൽ, വയസ്സായ ആളാണ് അല്ലേ. ബാബ എന്ന് പറയുന്നത് കുറച്ച് ഇവിടെ ഏജ് ആയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം ക്ഷീണിക്കുകയാണെങ്കിൽ ബാബ അക്സർ, അക്സർ എന്ന് പറഞ്ഞാൽ മിക്കപ്പോഴും, കുറച്ച് നടക്കുമ്പോൾ തന്നെ ബാബ ക്ഷീണിക്കാറുണ്ട്. അപ്പോൾ ബാബ അക്സർ ധക്ക് ജായേത്തോ, അങ്ങനെയാണ് ഇത് വായിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ബാബ അക്സർ ധക്ക് ജായേത്തോ, ബാബ മിക്കപ്പോഴും ക്ഷീണിക്കുകയാണെങ്കിൽ. ചടി പേ മാഥ ടേക്ക് കെ, ചടി പേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചടി പർ, വടിയുടെ മേലെ. മാഥ ടേക്ക് കെ, മാഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെറ്റി, നെറ്റി വെച്ചുകൊണ്ട്. രഘുകർ എന്ന് പറഞ്ഞാൽ വെച്ചിട്ട്. ബാബ മടുക്കുകയാണെങ്കിൽ, ക്ഷീണിക്കുകയാണെങ്കിൽ വടിയുടെ മുകളിൽ തല വെച്ചിട്ട് അല്ലെങ്കിൽ നെറ്റി വച്ചിട്ട്. ബെഞ്ച് പേ ബൈറ്റ് ബി ജാത്തി ഹെ, ബെഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബെഞ്ച് കേട്ടോ. ബെഞ്ച് പേ, ബെഞ്ച് പേ എന്ന് പറഞ്ഞാൽ ബെഞ്ച് പർ, ബെഞ്ചിൻ്റെ മുകളിൽ. ബൈറ്റ് ബി ജാത്തി ഹെ, ഇരിക്കാറും ഉണ്ട്. छड़ी ही उठकर कभी कभी बाबा को दिखाती है नया नया जो बौर आया है नए नए पेड़ों पर. ചടി ഹി ഉടുക്കർ, ചടി ഹി എന്ന് പറഞ്ഞാൽ വടി തന്നെ, വടി തന്നെ എന്നുള്ള അർത്ഥം വരാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഹി എന്നുള്ള വാക്ക് പ്രയോഗിച്ചിരിക്കുന്നത്. ചടി ഹി, വടി തന്നെ. ഉടുക്കർ, ഉടുക്കർ എന്ന് പറഞ്ഞാൽ എണീച്ചിട്ട്, വടി തന്നെ എണീച്ചിട്ട്. കഭി കഭി, കഭി കഭി എന്ന് പറഞ്ഞാൽ ഇടയ്ക്കൊക്കെ. ബാബാക്കു ദിഖാത്തി ഹെ, ബാബയെ കാണിച്ചു കൊടുക്കാറുണ്ട്. ദിഖാത്തി ഹെ എന്ന് പറഞ്ഞാൽ കാണിച്ചു കൊടുക്കാറുണ്ട്, ബാബയ്ക്ക് കാണിച്ചു കൊടുക്കാറുണ്ട്. എന്ത്? നയാ നയാ ജോ ബൗർ ആയാ ഹെ നയേ നയേ പേടോം പർ, പുതിയ പുതിയ പേടോം പർ. നയേ നയേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയത്, ഓക്കെ, നല്ല ഫ്രഷ് ആയിട്ടുള്ള പുതിയ പുതിയ മരങ്ങളിൽ, പുതിയ പുതിയ മരങ്ങളിൽ. ജോ നയാ നയാ ബൗർ ആയാ ഹെ, പുതിയ പുതിയ മാമ്പൂക്കൾ വിരിഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ മാമ്പൂക്കൾ വന്നിട്ടുള്ളത് ബാബയെ ഇടയ്ക്കിടയ്ക്ക് കാണിച്ചു കൊടുക്കാറുണ്ട് നമ്മുടെ വടി. एक कदम जब वो चलती है एक कदम वो चलता है बाबा और बाबा की छड़ी. एक कदम, एक कदം, കദം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റെപ്പാണ് കേട്ടോ. സ്റ്റെപ്സ്, ഒരു പടി എന്ന് പറയില്ലേ, ഒരു പടി നടക്കുക അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ്, ഒരു ചുവട് നടക്കുക എന്നൊക്കെ പറയില്ലേ. പടിയല്ല, ചുവട്, ഒരു ചുവട്. അപ്പോൾ ഒരു ചുവട് ജബ് വോ ചൽത്തി ഹെ, ഒരു ചുവട് ആരാണ്? വടി നടക്കുന്നു അല്ലേ. ഇവിടെ വോ എന്നുള്ളത് 2 തവണ ഉപയോഗിച്ചിട്ടുണ്ട്. ഏകദം വോ ചൽത്താ ഹെ, ഇങ്ങനെ 2 ഒരേ വരിയാണ്. പക്ഷേ ഈ 2ലുള്ള വോ എന്ന് പറയുന്നത് വ്യത്യസ്തമായ അർത്ഥമാണ്. വഹനാണ്. ഇതിൽ ഒന്നാമത്തത് എന്താണ്? ഏകദം ജബ് വോ ചൽത്തി ഹെ, ഒരു ചുവട് നമ്മുടെ വടി നടക്കുകയാണെങ്കിൽ. ഏകദം വോ ചൽത്താ ഹെ, ഇവിടെ രണ്ടാമത്തെ വഹ് എന്ന് പറയുന്നത് ബാബയാണ്. दोनों में से कोई अकेला चल नहीं सकता. दोनों में से कोई, दोनों में से എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 പേരിൽ നിന്നും. കോയി, കോയി എന്ന് പറഞ്ഞാൽ ആരും, 2 പേരിൽ നിന്നും ആർക്കും അക്കേല ചൽ നഹി സക്ത, ഒറ്റയ്ക്ക് പോകാൻ വേണ്ടി സാധിക്കില്ല. 2 പേരുണ്ട് അല്ലേ. ആരൊക്കെ? ബാബ ഓർ ബാബാ കി ചടി. 2 പേരിൽ നിന്നും ആർക്കും അക്കേല എന്ന് പറഞ്ഞാൽ എലോൺ, ഒറ്റയ്ക്ക്, ആർക്കും ഒറ്റയ്ക്ക് നടക്കാൻ സാധിക്കുകയില്ല. ഹാത്ത് അഗർ ചൂട്ടേ തോ ദോനോ ഗിർ പടുത്തേ ഹെ. ഹാത്ത് അഗർ ചൂട്ടേ തോ എന്ന് പറഞ്ഞാൽ, ഹാത്ത് എന്ന് പറഞ്ഞാൽ അറിയാം അല്ലേ, കൈ. കൈ അഗർ ചൂട്ടേ തോ, അഗർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇംഗ്ലീഷിൽ ഇഫ് എന്ന് പറയില്ലേ, ആണെങ്കിൽ എന്നൊക്കെയുള്ള അർത്ഥമാണ് കേട്ടോ, ഇഫ്. അപ്പോൾ ഹാത്ത് അഗർ ചൂട്ടേ തോ എന്ന് പറഞ്ഞാൽ കൈ വിട്ടു പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ 2 പേരും പിടിച്ചിട്ടാണല്ലേ ഉള്ളത്. ബാബ ചടിയെ മുറുക്കെ പിടിച്ചിട്ടാണുള്ളത്, വടി മുറുക്കെ പിടിച്ചിട്ടാണുള്ളത്.
കൈ വിട്ടു പോയാൽ അല്ലെങ്കിൽ വടിയുടെ കൈ വിട്ടു പോവുകയാണെങ്കിൽ ദോനോ ഗിർ പടുത്തേ ഹേ, രണ്ടുപേരും വീണു പോകും അല്ലേ, രണ്ടുപേരും വീണു പോകും. രണ്ടുപേരും ആരൊക്കെ, രണ്ടുപേരും എന്ന് പറയുന്നത് ബാബയും വടിയും അല്ലേ. ഒരാളുടെ കൈ വിട്ടു പോവുകയാണെങ്കിൽ രണ്ടുപേരും വീഴും. ഇക്ക് ജവാൻ ഇക്ക് ബൂഡാ ഹേ, ഒരു യുവാവും ഒരു വൃദ്ധനും അല്ലേ. ഇക്ക് എന്ന് പറഞ്ഞാൽ ഏക്ക് എന്നാണ് അർത്ഥം. ഒരു ജവാനും അല്ലെങ്കിൽ ഒരു യുവാവും ഒരു ബൂഡയും ഒരു വൃദ്ധയും. രണ്ടുപേർക്കും പരസ്പരം ഇല്ലാതെ ജീവിക്കാൻ വേണ്ടി പറ്റില്ല. രണ്ടുപേർക്കും ആർക്കും രണ്ടുപേരിലും ആർക്കും ഒറ്റയ്ക്ക് നടക്കാൻ പറ്റില്ല. കൈവിട്ട് പോവുകയാണെങ്കിൽ രണ്ടുപേരും വീണു പോവും. ഏക്ക് ജവാൻ ഏക്ക് ബൂഡാ ഹെ, ഒരു യുവാവും ഒരു വൃദ്ധൻ. ബാബ ഔർ ബാബാക്ക് ചടി, ബാബയ്ക്കും ബാബയുടെ വടിക്കും. അപ്പോൾ അവരത്രയും പരസ്പരം അത്രയും കണക്റ്റഡ് ആയിട്ടാണ് രണ്ടുപേരും ജീവിക്കുന്നത്. വടിയില്ലാണ്ട് ബാബയ്ക്കും പറ്റില്ല, അതേപോലെ തന്നെ വടിക്ക് അങ്ങനെ ബാബയില്ലാണ്ടും പറ്റില്ല എന്നുള്ളൊരവസ്ഥയിൽ ഇവിടെ വടി എന്ന് പറയുന്നത് യുവാവിൻ്റെ ഒരു പ്രതീകവും ബാബ എന്ന് പറയുന്നത് വൃദ്ധൻ്റെ പ്രതീകവുമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്.